വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു അടിപൊളി ബ്രെഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ബ്രെഡാണ്. ഏതൊരു കറിയുടെ കൂടെ നിങ്ങൾക്കിത് സെർവ് ചെയ്യാം. ചപ്പാത്തിക്കും പൊറോട്ടക്കൊക്കെ പകരം ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എളുപ്പമാണ് ഉണ്ടാക്കാൻ, കിടിലൻ ടേസ്റ്റുമാണ്. ഈ ഒരു ബ്രെഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റേൺ ആഫ്രിക്കൻ സൈഡിൽ നിന്നാണ് ഇതിൻ്റെ ഒറിജിന്. ഇതിന് അവിടെ മന്ദാസി അല്ലെങ്കിൽ മഹംറി എന്നൊക്കെയാണ് പറയുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അക്കാര്യം ആരും മറക്കരുത്. ആദ്യം തന്നെ ഞാനൊരു ബൗളിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ആ ചെറിയ തരി പോലെയുള്ള ഈസ്റ്റ് ഇല്ലേ, അതാണ്. 1/2 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ചെറിയ തരി പോലെയുള്ള ഈസ്റ്റ് എടുത്തുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് മിക്സ് ചെയ്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ അതല്ലാത്ത ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈസ്റ്റും പാലും പഞ്ചസാരയും കൂടെ ആദ്യം കലക്കിയിട്ട് പുളിക്കാനായിട്ട് വെക്കണം. ഇതിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ആ ഒരു ആവശ്യം വരുന്നില്ല. ഇനി നമുക്കിതിലേക്ക് 2.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 250 ml കപ്പിൽ മെഷർ ചെയ്തിട്ടാണ് ഞാൻ മൈദ എടുത്തിട്ടുള്ളത്. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ സ്പാച്ചുല ഉപയോഗിച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് കുഴയ്ക്കാൻ പാകത്തിലുള്ള ഒരു മാവായിട്ട് കിട്ടും. നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചപ്പാത്തിയും പൂരിയൊക്കെ കുഴയ്ക്കൂലേ, അതുപോലെ കൈ ഉപയോഗിച്ചിട്ട് കുഴയ്ക്കുക. കുഴയ്ക്കുന്ന സമയത്ത് ഇനി കൂടുതൽ വെള്ളം വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം ചേർത്തിട്ട് വേണം കുഴയ്ക്കാനായിട്ട്. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മാത്രം മതി. നമ്മൾ പാൽ ഉപയോഗിച്ചിട്ടാണ് ഇതിൽ കൂടുതലായിട്ടും കുഴയ്ക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റായിരിക്കും. ആ പാൽ ഉപയോഗിച്ച് കുഴയ്ക്കുന്നത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ടുള്ള ബ്രെഡായിട്ട് തന്നെ നമുക്ക് കിട്ടും. നന്നായിട്ട് കുഴയ്ക്കുക. നല്ല മയത്തിൽ സോഫ്റ്റായിട്ടുള്ള മാവായിട്ട് വേണം കുഴച്ചെടുക്കാൻ. അതിനുശേഷം മാവ് ഉരുട്ടിയിട്ട് ബൗളിൻ്റെ അകത്ത് വയ്ക്കുക. എന്നിട്ട് മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒന്ന് ഈ മാവിൻ്റെ മേലെ തടവി കൊടുക്കുക. എന്നിട്ട് ഒരു മൂടി ഉപയോഗിച്ചിട്ട് അടച്ചിട്ട് ഒരു 45 മിനിറ്റ് ഇതൊന്ന് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കുക. ചൂടുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. 45 മിനിറ്റിൽ കൂടുതൽ വെക്കാത്തതാണ് നല്ലത്. അപ്പോൾ മാവ് അയഞ്ഞു പോവും. ഞാനിപ്പോൾ 45 മിനിറ്റ് ആയ സമയത്ത് നമ്മുടെ പാത്രം തുറന്ന് നോക്കിയിട്ടുണ്ട്. മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഈ ബൗളിൻ്റെ അകത്തുനിന്ന് എടുത്തിട്ട് പരത്തുന്ന പലകയിലേക്ക് മാറ്റാം. പൊടി തൂവിയിട്ടുള്ള പലകേൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിനുശേഷം ഓരോ പോർഷനായിട്ട് എടുത്തിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. വലിയ ബോളായിട്ടാണ് ഉരുട്ടിയിട്ടുള്ളത്. ഇനി ഈ മാവിൻ്റെ മേലെ നമുക്ക് കുറച്ച് പാല് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. കുറച്ച് അത്യാവശ്യം നന്നായിട്ട് തന്നെ ബ്രഷ് ചെയ്യണം. എന്നിട്ട് ഒരു ബൗളിൽ വെളുത്ത എള്ളെടുക്കുക. ആ വെളുത്ത എള്ളിൻ്റെ മേലെ ഈ ബ്രഷ് ചെയ്ത പാലുള്ള ഭാഗം ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എള്ള് മുഴുവനായിട്ട് ആ ബ്രെഡിൻ്റെ മേലെ ഇങ്ങനെ പറ്റിയിട്ട് കിട്ടും. ഇനി നമുക്ക് പൊടി തൂവിയിട്ടുള്ള പലകേൻ്റെ മേലെ ഈ ഒരു എള്ള് കോട്ട് ചെയ്തിട്ടുള്ള മാവിൻ്റെ ബോൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് പരത്തിയെടുക്കുക. ഇത് പരത്തേണ്ടത് ഒരു പൊറോട്ടയുടെ ഒക്കെ വലിപ്പത്തിലാണ് പരത്തിയെടുക്കേണ്ടത്. ഒരുപാട് തിന്നായിട്ട് പരത്തരുത്, കുറച്ച് കട്ടി ഉണ്ടാവണം. പിന്നെ ഇത് പരത്തുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ നമ്മൾ നേരത്തെ മുക്കിയെടുത്തിട്ടുണ്ടായിരുന്ന എള്ളില്ലേ, അതൊക്കെ ഈവണായിട്ട് പരന്നിട്ട് നല്ല സ്പ്രെഡായിട്ട് വരും. ഒരു ചപ്പാത്തിയുടെ വലിപ്പത്തിലായി കഴിഞ്ഞാൽ ഇതുപോലെ 4 പീസായിട്ട് കട്ട് ചെയ്യുക. കത്തി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. ഈ ഒരു തിക്നെസ് വേണം, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഇതുപോലെ പരത്തിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള പീസുകൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ബാക്കിയുള്ള 2 ബോളും കൂടെ ഇതേ മെത്തേഡ് തന്നെ വെളുത്ത എള്ളിൽ മുക്കിയിട്ട് നമുക്ക് പരത്തിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. പാലിന് പകരം നിങ്ങൾക്ക് മുട്ടയും ഉപയോഗിക്കാവുന്നതാണ്. മുട്ട ഇതുപോലെ ബോളിൻ്റെ മേലെ കോട്ട് ചെയ്തിട്ട് അത് സെസമിയിൽ മുക്കി ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യുന്ന സമയത്തൊന്നും തീരെ സെസമി പുറത്ത് പോവില്ല. അതൊരു ടിപ്പാണ്, നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബ്രെഡിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം 3 പീസാണ് ഒരു സമയത്ത് ഇടുന്നത്. ഫ്ലെയിം മീഡിയം ടു ഹൈ ആയിട്ട് വെക്കണം. ഒരുപാട് ചൂടുണ്ടാവരുത്, പക്ഷേ
എണ്ണ നല്ല ചൂടായതിന് ശേഷം മാത്രമേ നമ്മളിത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതിനുശേഷം കോരി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് മുകൾ ഭാഗം ഇളക്കി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്രെഡ് പൊങ്ങി വരും. നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. കാരണം നമുക്ക് ഒരു ബോൾ പരത്തിയാൽ തന്നെ അതൊന്ന് 4 വലിയ ബ്രെഡ് കിട്ടും. അങ്ങനെ മൊത്തത്തിൽ നമ്മളിപ്പം 12 ബ്രെഡാണ് ചെയ്തിട്ടുള്ളത്. ഇതെന്തായാലും 4 പേർക്ക് നന്നായിട്ട് കഴിക്കാനുള്ളത് ഉണ്ടാവും. ഇതുപോലെ കോരി ഉപയോഗിച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമ്മുടെ ബ്രെഡ് പഫപ്പായിട്ട് വരും. അതിനുശേഷം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. ഇത് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് സെസമി വൈറ്റായിട്ട് തന്നെ കിടക്കും. അതായത് നമ്മളിട്ട് എള്ളില്ലേ, അത് വൈറ്റായിട്ട് കിടക്കും. അപ്പോൾ ബ്രെഡ് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഈ പഫപ്പായിട്ടുള്ളതൊന്നും താന്നു പോവേ കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇത് അങ്ങനെ തന്നെ ഇരിക്കും. ഫ്രൈ ചെയ്ത പാടെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ബ്രെഡും നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ ബ്രെഡ് റെഡിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറീൻ്റെ കൂടെ ചിക്കനോ ബീഫോ അല്ല ഇനിയിപ്പം മട്ടൺ ആണെങ്കിലും കുഴപ്പമില്ല, മുട്ടയാണെങ്കിലും കുഴപ്പമില്ല, എന്തിൻ്റെ കൂടെ നിങ്ങൾക്ക് സെർവ് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ്. ഇപ്പോൾ ഇതാ ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, ഫ്രൈ ചെയ്ത പാടായതുകൊണ്ട്. ഇനി നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.